എടാ മോനെ, എല്ലാ പണിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. വേലുകൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി അവള് സാധനം വിൽക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവളത് ചെയ്യട്ടെ. എടാ, നിനക്ക് നിന്റെ അമ്മയുടെ കാര്യം അറിയാലോ. അഭിമാനം അത് വിട്ടുള്ള ഒരു കാര്യത്തിനും അവള് നിൽക്കൂല. അന്ന് നിന്റെ പണം ഇവിടെ ചെലവിന് ആവശ്യമില്ലാന്ന് പറഞ്ഞതും ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ. ഇതേ അഭിമാനമല്ല, ദുരഭിമാനമാ. ഒരു ഗതിയും പരഗതിയില്ലാതെ നമ്മളിപ്പോ കഴിയുന്നത് ഈ വാടക വീട്ടിലാ. പണ്ടത്തെ മന്ത്രിമാരൊന്നും സ്വപ്നത്തിൽ പോലും ഇനി നമ്മുടെ മുന്നിൽ വരില്ല. എന്നിട്ട് എന്റെ കാശിപ്പോ ഇവിടെ വേണ്ട. സ്വന്തം കാശ് കൊണ്ട് അധ്വാനിച്ച പണം കൊണ്ട് എന്തും ചെയ്യൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്താച്ചാ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അച്ഛാ, എന്റെ കാശിന് ഒരു വില കേൾപ്പിക്കാത്ത ഈ വീട്ടിൽ ഞാനിങ്ങനെ എല്ലാം സഹിച്ച് ഉണ്ടുറങ്ങുന്നത് എന്താണെന്നറിയോ അച്ഛനെ? അറിയോ? എന്റെ അച്ഛനും അമ്മയാണെന്നുള്ള ബോധവും കരുതലും എനിക്കുള്ളതുകൊണ്ടാ. അച്ഛൻ എന്നെങ്കിലും ഒരിക്കൽ എന്റെ പണത്തിന് ആവശ്യം വരും. അന്ന് അതിന്റെ നേരെ മുഖം തിരിക്കരുന്ന് പറയണം അമ്മോട്. ഇതൊക്കെ നീ എന്നോട് പറയണ്ട എന്തോടെ കാര്യം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു യന്ത്രമാ. ആരൊക്കെയോ പ്രവർത്തിപ്പിച്ച മാത്രം പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം. ഇവിടെ നിങ്ങൾ അമ്മയും മോനുവാ ഈ വീട്ടിൽ ജോലിക്കായിട്ട് പോകുന്നതേ. നിങ്ങൾ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ച് നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ എനിക്കിപ്പോൾ നിർവാഹമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പണിക്ക് പോകണം. അപ്പോൾ എനിക്ക് എൻ്റെ രീതിയിൽ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കാനും പറ്റും. പക്ഷേ എൻ്റെ ഈ അവസ്ഥ വെച്ച് ഞാൻ എന്ത് പണിക്കാടാ പോവാ? അല്ലെങ്കിൽ പിന്നെ ഒരു ലോട്ടറി കച്ചവടത്തിന് പോകണം. അതാവുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ചടഞ്ഞോടി നിന്നാൽ മതിയല്ലോ. ഇനി അതും കൂടി അച്ഛൻ ഞാൻ കാണാൻ ബാക്കിയുള്ളൂ. എല്ലാരും കൂടി കൂട്ടത്തോടെ തോപ്പിക്കാനാണെങ്കിൽ ആയിക്കോ, അങ്ങനെ തന്നെ ആയിക്കോ. പ്രായമായിട്ടുള്ള അച്ഛനും അമ്മേനും പണിക്ക് വിട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു മകനെന്ന നിലയിലെ ആളുകളുടെ പരിഹാസം കേട്ടിട്ട് ഞാനിങ്ങനെ കഴിഞ്ഞോളാം. അത് തന്നെയാണല്ലോ എല്ലാവരുടെയും ഉദ്ദേശം. എന്നെ നാണം കെടുത്ത മറ്റുള്ളവരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാക്കുക. എന്താന്ന് വെച്ചാ ചെയ്തോളൂ, അനുഭവിക്കാം. അനുഭവിക്കാതെ വേറെ മാർഗമില്ലല്ലോ. എന്താ ചെയ്തോളൂ. എടാ, ഭാമ എന്തായാലും ഈ ബിസിനസ്സായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഇതിൽ നമ്മളെ പിന്മാറ്റാനും ആരെക്കൊണ്ട് കഴിയത്തില്ല. ആ വിധി അതാണെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെടാ.